ഹലോ. നമ്മൾ എത്ര സൂക്ഷിച്ച് നടന്നാലും എത്ര ഗൗരവത്തിൽ നടന്നാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ ആയിരിക്കും. എല്ലാം ഒരു നിമിഷത്തിൽ മറിയുന്നതായി നമ്മൾക്ക് കാണാം. അത് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ പവർ കൊണ്ട് നമ്മളിൽ ദുഃഖമുണ്ടാക്കും അവർ. എന്നാൽ നമ്മൾക്ക് പ്രതികരിക്കാൻ ഒരു ശേഷി ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൊല്ലങ്ങളോളം നേടിയെടുത്ത കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവതാളത്തിലാവും. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് പ്രതികരിക്കാൻ കഴിവില്ലാത്ത മേഖലകളിൽ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾക്ക് നേരിടേണ്ടി വരും. അത് മാനസികമായി ശക്തിയുള്ളവർ മാത്രമേ അതിൽ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് സഹിച്ചും ത്യജിച്ചും കൊണ്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ഇതുപോലെയുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മൾക്ക് നേരിടാനുള്ള മാനസിക പക്വത നമ്മൾ പാകപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാം സംഭവിക്കും. ദുഃഖങ്ങൾ സംഭവിക്കും, നമ്മൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കും, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കും. അത് നമ്മൾ എത്ര സൂക്ഷിച്ചാലും അത് സംഭവിച്ചു തന്നെ ഇരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. എത്രയോ സൂക്ഷിച്ച കാര്യങ്ങൾ, എത്രയോ സൂക്ഷ്മതയോടെ നടത്തി വരുന്ന കാര്യങ്ങൾ എല്ലാം വളരെ നഷ്ടത്തിലും അല്ലെങ്കിൽ വളരെ ദുഃഖത്തിലും അവസാനിച്ച കാര്യങ്ങളില്ലേ? നമ്മൾക്കൊന്നും ചെയ്യാതെ നമ്മൾ സ്തബ്ധരായി നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക്. അതുകൊണ്ട് അതിൽ നിന്നും പരിതപിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. അവസാനം വിജയം നമ്മുടെ പക്ഷത്തായിരിക്കും. കാരണം നമ്മൾ നേർമാർഗത്തിലാണ്, നമ്മൾ സത്യത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. ഒന്നും ഗൗനിക്കാതെ നമ്മൾ ചെയ്യുന്ന പണി എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം നമ്മൾ തന്നെയായിരിക്കും അതിന്റെ വിജയം. ഒരാളുടെ മേൽ ഒരാൾ ഒരു ശക്തി പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് ആ ശക്തി പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒന്നുമില്ലാത്തവന്റെ മുന്നിൽ കുതിര കയറുവാൻ ഒരു ആൾ നിൽക്കുകയില്ല. എന്തെങ്കിലും പവറോ ശക്തിയോ ഉള്ളവന്റെ മുന്നിൽ മാത്രമേ ഒരു ആൾ എന്തെങ്കിലും പ്രയോഗിക്കുകയുള്ളൂ. അവൻ എതിരായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എതിർപക്ഷത്ത് നിൽക്കുന്നവൻ ആര് തന്നെയായാലും നമ്മുടെ പക്ഷം പിടിച്ചുകൊണ്ട് നമ്മൾ